കൊച്ചിയിൽ നിന്ന് സിജോ വി ജോണും ഒപ്പം കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് അസ്ലമുമാണ് ചേരുന്നത്. ആദ്യം സിജോ വി ജോണിലേക്ക്. സിജോ, ഗുഡ് മോർണിംഗ്. സിജോ, ഈ തൃപ്പൂണിത്തുറയിലെ ആ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ വലിയ സങ്കടവും വേദനയും ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിപ്പോൾ ആ സ്കൂളിൽ നടന്ന അങ്ങേയറ്റം വലിയൊരു ദുരനുഭവം ആ കുട്ടിക്ക് നേരിടുകയും റാഗിങ്ങിനെ തുടർന്നാണ് മരണം എന്ന് ഈ രക്ഷിതാക്കൾ തന്നെ ആരോപിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ. വിദ്യാഭ്യാസ വകുപ്പ് അതിനകത്തൊരു അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ പുരോഗതി എന്താണ്? രക്ഷിതാക്കൾ മാതാവിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രതികരണങ്ങളുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. മാതാവ് എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത്? മരണവുമായി ബന്ധപ്പെട്ട രണ്ട് തലത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന് പോലീസിന്റെ അന്വേഷണം, അത് ഏതാനും ദിവസങ്ങളായി തുടരുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം ആരംഭിച്ചത്. ഇന്നലെ ഈ സ്കൂളിലെത്തി അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് പ്രതിനിധികളുടെയും ഏതാനും വിദ്യാർത്ഥികളുടെയും നിന്നൊക്കെ വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഡിഒയുടെ നേതൃത്വത്തിൽ ഈ കുട്ടിയുടെ അമ്മയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയുള്ള നടപടികളിലേക്ക് പോകുന്നത്. അവർ കോഴിക്കോടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കൊച്ചിയിലെത്താൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഈ കുട്ടിയുടെ അമ്മ ഡിഒയ്ക്ക് നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെയുള്ള തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർ നൽകുകയും ചെയ്തിരുന്നത്. ഈ കുട്ടി റാഗിങ്ങിന് ഇരയായിരുന്നും അതിനുശേഷം കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ചില വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ ആക്ഷേപിച്ചുകൊണ്ട് ചില സന്ദേശങ്ങൾ അയച്ചിരുന്നു. അതുൾപ്പെടെയുള്ള തെളിവുകൾ എന്തായാലും ഡിഒയ്ക്ക് നൽകുകയും ചെയ്യുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഈ സ്കൂളിലെത്തി പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളുടെ മൊഴി പോലീസും രേഖപ്പെടുത്താൻ എന്നാണ് അറിയുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിലൊരു കൃത്യമായ ഒരു വ്യക്തത വരും. കുട്ടി റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ, അതിൻ്റെ ഒരു മാനസിക വിഷമത്തിലാണോ ആത്മഹത്യ ചെയ്യുന്നതെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭ്യമാവുന്നതിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇനി അത് ഈ എറണാകുളവുമായി ബന്ധപ്പെട്ട് മറ്റു വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ കൂത്താട്ടുകുളത്ത് നമ്മൾ കണ്ടതാണ്. ആഴ്ചകളായി തന്നെ ഒരു സംഘർഷം ഉണ്ടാകിയ ആഴ്ചകളായി തന്നെ അതിൻ്റെ തുടർ വാർത്തകൾ വരികയും ചെയ്തിരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ആലുവ റൂറൽ SP പോലീസിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. റേഞ്ച് DIGക്കാണ് ഇതുമായി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചുവെന്നാണ് പറയുന്നത്. ഈ സംഘർഷം തടയുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു ദിവസത്തിനെതിരെയും അച്ചടക്ക നടപടി വന്നിട്ടില്ല. ഇതിന് അന്വേഷണ ചുമതലയിൽ നിന്ന് മൂവാറ്റുപുഴ DYSP മാറ്റി അതിന് പകരം ആലുവ LPക്ക് മാത്രമാണ് ചെയ്തിരുന്നത്. എന്തായാലും ഇതിൽ വീഴ്ച വെച്ച ഉദ്യോഗസ്ഥർക്കെതിരെ എന്തായാലും അച്ചടക്ക നടപടി ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, ചോറ്റാനിക്കരയിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി 19 വയസ്സുകാരി കുട്ടി സുഹൃത്തിൻ്റെ ആക്രമണത്തിൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ മർദ്ദിച്ച അനൂപിനെതിരെ ആദ്യഘട്ടത്തിൽ കൊലക്കുറ്റം ചുമത്തുമെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് കൊലക്കുറ്റം ചുമത്തേണ്ട എന്നുള്ള കാര്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ഇന്ന് കൊച്ചിയിൽ പ്രധാനമായും ഏറ്റവും കൂടുതൽ വാർത്ത ആകാനുള്ള സാധ്യതയുള്ള